ഒരു വേരിയിങ് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് റേഡിയേഷൻ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിനോ മാഗ്നറ്റിക് ഫീൽഡിനോ ലൈറ്റിൻ്റെ പാത്തിനെ യാതൊരു ഡീവിയേഷനോ ഉണ്ടാക്കാൻ കഴിയില്ല. പിന്നെ എങ്ങനെയാണ് സയൻറ്റിസ്റ്റുകൾ ലൈറ്റ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണെന്ന് കണ്ടുപിടിച്ചത്? ഇലക്ട്രിക് ഫീൽഡ് എന്നാൽ ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു റീജിയൻ. ഈ ഫോഴ്സിന് കാരണം ചാർജും ആ ചാർജിന് ചുറ്റുമുള്ള ഫീൽഡ് ലൈൻസും കാരണമാണ്. നെഗറ്റീവും പോസിറ്റീവും ചാർജുകളുടെ ഏറ്റവും ചെറിയ ഫോമാണ് ഇലക്ട്രോണും പ്രോട്ടോണും. ഇവയ്ക്കിടയിലെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സാണ് ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ ഹോൾഡ് ചെയ്തു വയ്ക്കുന്നത്. അതുപോലത്തെ മറ്റൊരു ഫോഴ്സാണ് മാഗ്നറ്റിക് ഫോഴ്സ്. ഒരു മാഗ്നറ്റിൻ്റെ ഏറ്റവും ചെറിയ ഫോമാണ് ഒരു സ്പിന്നിങ് ചാർജ്. 19-ാം നൂറ്റാണ്ടിൽ സ്കോട്ടിഷ് ഫിസിസ്റ്റായ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ഇലക്ട്രിക് ഫീൽഡിനെയും മാഗ്നറ്റിക് ഫീൽഡിനെയും പറ്റി വളരെ ആഴത്തിൽ റിസർച്ച് ചെയ്യുന്ന കാലം. ഏതൊരു റിസർച്ചറിനെ പോലെ മാക്സ്വെല്ലും ഈ ടോപ്പിക്കിൽ തനിക്ക് മുമ്പ് ഗവേഷണം നടത്തിയ മറ്റ് സയൻറ്റിസ്റ്റുകളുടെ പ്രബന്ധങ്ങളും കണ്ടുപിടുത്തങ്ങളും പഠിക്കുകയും എന്നിട്ട് മാക്സ്വെൽ അവയൊക്കെ ഒരു പ്രത്യേക മാത്തമാറ്റിക്കൽ ഫോമിലേക്ക് മാറ്റുകയും ചെയ്തു. അങ്ങനെ മാക്സ്വെൽ ഡെവലപ്പ് ചെയ്ത ഇക്വേഷൻസ് ആണ് മാക്സ്വെൽ ഇക്വേഷൻസ്. ഏറ്റവും ബേസ് ലെവലിൽ ഈ ഇക്വേഷനിൽ എന്തെല്ലാം പ്രപഞ്ച രഹസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. ഗോസ് എന്ന സയൻറ്റിസ്റ്റ് ചാർജുകളിൽ നടത്തിയ പഠനത്തിൽ നിന്നും അവയുടെ ഒരു സ്പെഷ്യൽ ഫീച്ചർ കണ്ടെത്തി. ഒരു ചാർജിൽ നിന്നും പുറത്തേക്കോ അകത്തേക്കോ പോകുന്ന ടോട്ടൽ ഫീൽഡ് ലൈനുകളുടെ എണ്ണം ഏതൊരു ഇമാജിനറി ക്ലോസ്ഡ് സർഫസ് എടുത്താലും സെയിം ആയിരിക്കും. എന്നാൽ ഇതേ കാര്യത്തെ മാക്സ്വെൽ ഇക്വേഷനിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു ചാർജിൽ നിന്നും പുറത്തേക്കോ അകത്തേക്കോ പോകുന്ന ടോട്ടൽ ഫീൽഡ് ലൈൻസ് 0 ആകില്ല. അതുപോലെ തന്നെ ഒരു ചാർജ് ഉണ്ടെങ്കിൽ അതിന് ചുറ്റും നിർബന്ധമായും ഫീൽഡ് ഉണ്ടാകും. അതുപോലെ ഒരു ഫീൽഡ് ഉണ്ടെങ്കിൽ ആ ഫീൽഡിന് നിർബന്ധമായും ഒരു സോഴ്സ് ഉണ്ടാകണം. മാക്സ്വെല്ലിൻ്റെ സെക്കൻഡ് ഇക്വേഷനിൽ പറയുന്നത് ഒരു മാഗ്നറ്റിക് സോഴ്സിൽ നിന്നും പുറത്തേക്കോ അകത്തേക്കോ പോകുന്ന ടോട്ടൽ ഫീൽഡ് ലൈൻസുകളുടെ എണ്ണം 0 ആയിരിക്കും. അതിന് കാരണം ഒരു മാഗ്നറ്റിന് ചുറ്റും ഒരു ഇമാജിനറി ഹോളോ സ്പിയർ ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ നിന്നും പുറത്തേക്ക് പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് അകത്തേക്കും അകത്തേക്ക് വരുന്ന ഫീൽഡ് ലൈൻസ് പുറത്തേക്കും ഒരു ലൂപ്പായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ പാത്ത് ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. ഇത് വ്യക്തമാക്കുന്നത് മാഗ്നറ്റിക് മോണോപോൾസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ്. ഒരിക്കലും നോർത്തും സൗത്തും സെപ്പറേറ്റ് ആയിട്ടുള്ള രണ്ട് മാഗ്നറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. നിങ്ങളൊരു മാഗ്നറ്റിനെ എങ്ങനെ കട്ട് ചെയ്താലും ഒരിക്കലും നിങ്ങൾക്ക് നോർത്തും സൗത്തും സെപ്പറേറ്റായി രണ്ട് മാഗ്നറ്റിക് പീസുകൾ കിട്ടില്ല. ഒരു വീട്ടിൽ നിന്നും 10 പേര് വീട് ഉപേക്ഷിച്ച് പോവുകയാണ്, വേറൊരു വീട്ടിൽ നിന്നും 10 പേര് വീട്ടിലേക്ക് വരികയാണ്, പിന്നെ അവർ പുറത്തേക്ക് പോകുന്നില്ല. ഇതാണ് ചാർജിൻ്റെ കേസിൽ സംഭവിക്കുന്നത്. എന്നാൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ കേസിൽ ഒരു വീട്ടിൻ്റെ ഫ്രണ്ട് ഡോറിൽ കൂടി 10 പേര് പുറത്തേക്ക് ഇറങ്ങി ബാക്ക് ഡോർ വഴി അകത്തേക്ക് കയറും പോലെയാണ്. മോഡേൺ ഫിസിക്സ് പ്രകാരം മാഗ്നറ്റിൻ്റെ അടിസ്ഥാന ഘടകം ഒരു സ്പിന്നിങ് ചാർജാണ്. അതായത് ഡൈപോൾ എന്ന് പറയുന്നത് മാഗ്നറ്റിൻ്റെ ഒരു ഇൻബോൺ പ്രോപ്പർട്ടിയാണ്. കാര്യം മാഗ്നറ്റ് എന്ന് പറയുമ്പോഴേ അത് ഡൈപോളായിട്ടേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. മാക്സ്വെല്ലിൻ്റെ മൂന്നാമത്തെ ഇക്വേഷൻ മൈക്കിൾ ഫാരഡേയുടെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വേരിയേഷൻ കറണ്ടിന് കാരണമാകും. കറണ്ട് എന്ന് പറഞ്ഞാൽ ചാർജിൻ്റെ ഫ്ലോയാണ്. ചാർജിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഇതിൽ നിന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്കൊരു കാര്യം പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. അതായത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ചേഞ്ച് ഇലക്ട്രിക് ഫീൽഡിന് കാരണമാകും. ഇതാണ് മാക്സ്വെല്ലിൻ്റെ മൂന്നാമത്തെ ഇക്വേഷനിൽ കാണിക്കുന്നത്. ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡിന് കാരണമാകും. മാക്സ്വെല്ലിൻ്റെ ലാസ്റ്റത്തെ ഇക്വേഷനിൽ ആംബിയർ എന്ന സയൻറ്റിസ്റ്റിൻ്റെ കണ്ടെത്തലിനെ ബേസ് ചെയ്താണ്. ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. കറണ്ട് എന്ന് പറയുന്ന ചാർജിൻ്റെ ഫ്ലോയാണ്. ഒരു വേരിയിങ് ഇലക്ട്രിക് ഫീൽഡിന് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഇത് കാണിക്കുന്നത്. മാക്സ്വെല്ലിൻ്റെ അവസാനത്തെ രണ്ട് ഇക്വേഷനുകൾ പരസ്പരം റിലേറ്റഡ് ആണ്. കാരണം ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ചേഞ്ച് പരസ്പരം അവ ഉണ്ടാകാൻ തന്നെ കാരണമാകുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വേരിയിങ് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ഒരു വേവ് പോലെ സഞ്ചരിക്കണ്ടേ? ഈ ചിന്തയാണ് മാക്സ്വെല്ലിന് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന കൺസെപ്റ്റിലേക്ക് എത്തിച്ചത്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് മാക്സ്വെൽ തൻ്റെ ഇക്വേഷനുകൾ ഉപയോഗിച്ച് ഒരു വേവ് ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തു. അതുപയോഗിച്ച് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ സ്പീഡ് അത് പോകുന്ന മീഡിയത്തിനെ ആശ്രയിച്ചിരിക്കുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഒരു മെറ്റീരിയലിന് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കടത്തിവിടാനുള്ള അതിൻ്റെ കഴിവിനെയാണ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്.
ഹൈലി പെർമിയബിളായ ഒരു മെറ്റീരിയൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കടത്തിവിടും. പക്ഷേ ലോ പെർമിയബിലിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഫ്ലോയ്ക്ക് ഒരു റെസ്ട്രിക്ഷൻ കൊടുക്കും. ഇതുപോലെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനുള്ള ഒരു പ്രോപ്പർട്ടിയാണ് പെർമിറ്റിവിറ്റി. പക്ഷേ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെയല്ല. ഇവിടെ ഹൈ പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് കൂടുതൽ തടസ്സം ആ മെറ്റീരിയൽ കൊടുക്കും. ലോ പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് ആ മെറ്റീരിയലിലൂടെ സ്മൂത്തായിട്ട് പോകാൻ പറ്റും. ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡുകൾക്കുള്ള ഇത്തരം റെസ്ട്രിക്ഷൻസ് മെറ്റീരിയൽസിന് മാത്രമല്ല, മറിച്ച് വാക്വത്തിനും ഇത്തരം റെസ്ട്രിക്ഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. മാക്സ്വെൽ ഫ്രീ സ്പേസ് അല്ലെങ്കിൽ വാക്വത്തിലുള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ സ്പീഡ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ സ്പീഡ് ലൈറ്റിൻ്റെ അതേ സ്പീഡ് തന്നെയാണ്. ഒരു രണ്ടും തമ്മിൽ മാറിപ്പോവും, പക്ഷേ എനിക്ക് മാറില്ല. പേന കൊണ്ട് ഞാൻ കവിളിൽ കറുത്ത് മറകിട്ടിരിക്കുന്ന ഇവനാണ് അപ്പു, മറകില്ലാത്തവൻ അച്ചു. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? നമ്മൾ ആരാ മോൻ? ലൈറ്റിൻ്റെ സ്പീഡ് നേരത്തെ തന്നെ പല സയൻറ്റിസ്റ്റുകളും കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ലൈറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഓസിലേഷൻ അല്ലെങ്കിൽ വേരിയേഷൻ കാരണം ഉണ്ടാകുന്നതാകാം എന്നൊരു നിഗമനത്തിൽ മാക്സ്വെൽ എത്തി. ലൈറ്റിന് ഇത്രയും സ്പീഡ് കിട്ടണമെങ്കിൽ ഇത്തരം ഫീൽഡ് ഓസിലേഷൻ വഴിയേ പറ്റൂ. ഒരു ഫീൽഡിൻ്റെ ചേഞ്ച് മറ്റൊരു ഫീൽഡിന് കാരണമാകുന്നത് കൊണ്ട് തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഒരു തവണ ഉണ്ടായാൽ പിന്നെ അവയ്ക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് മീഡിയത്തിൻ്റെ സഹായം ഇല്ലാതെ തന്നെ ട്രാവൽ ചെയ്യാൻ കഴിയും. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് സെൽഫ് പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. റേഡിയേഷനുകളെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് റേഡിയേഷൻ്റെ മോഷൻ എന്ന് പറയുന്നത്? കാര്യം മോഷൻ എന്ന വാക്ക് ഒരു യൂണിക് ഡയറക്ഷനിലേക്കുള്ള പൊസിഷൻ്റെ ചേഞ്ച് കാണിക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ഒരു സോഴ്സിൽ നിന്നും വരുന്ന റേഡിയേഷൻ എല്ലാ ഡയറക്ഷനിലേക്കും സ്പ്രെഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അവയെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ലക്ഷക്കണക്കിന് പ്രകാശവർഷം അകലെയുള്ള നക്ഷത്രങ്ങളെ വരെ നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ ആ നക്ഷത്രം ഇപ്പോൾ അവിടെ ഉണ്ടാകണമെന്ന് തന്നെയില്ല, അത് ചിലപ്പോൾ നശിച്ചു പോയി കാണും. പക്ഷേ എന്നിട്ടും നമുക്ക് ആ നക്ഷത്രത്തെ കാണാൻ കഴിയുന്നതിന് പിന്നിലെ കാരണം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് സെൽഫ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ കഴിയുന്നതുകൊണ്ടാണ്. കാരണം അവയ്ക്ക് ആ സോഴ്സ് ഇല്ലെങ്കിൽ സെൽഫ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ കഴിയും. എ ഡൈനാമിക്കൽ തിയറി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് എന്ന റിസർച്ച് പേപ്പറിൻ്റെ രൂപത്തിൽ മാക്സ്വെൽ തൻ്റെ കണ്ടെത്തലുകളെല്ലാം പബ്ലിഷ് ചെയ്തു. സയൻറ്റിഫിക് വേൾഡിന് ഇലക്ട്രോമാഗ്നറ്റിക് തിയറി ഒരു വലിയ വിപ്ലവം തന്നെ സൃഷ്ടിച്ചു. കാരണം ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മിസ്റ്റീരിയസ് വേവായിട്ടാണ് സയൻറ്റിസ്റ്റുകൾ കണ്ടത്. വേറെ ഒന്നിനും പകരം വയ്ക്കാൻ ഇല്ലാത്ത വേഗത. ചില സയൻറ്റിസ്റ്റുകൾ ലൈറ്റ് പാർട്ടിക്കിളാണെന്ന് വാദിക്കുന്നു, മറ്റു ചിലർ അത് വേവാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഒരു ട്രാൻസ്പെയറൻറ്റ് മീഡിയത്തിൽ ലൈറ്റിൻ്റെ വേഗത കുറയുന്നതായിട്ട് കാണുന്നു. മാക്സ്വെല്ലിൻ്റെ തിയറിക്ക് ലൈറ്റിൻ്റെ ഒരു സ്ട്രക്ചറൽ ഐഡിയ തരാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഒരു ട്രാൻസ്പെയറൻറ്റ് മീഡിയത്തിൽ പെർമിറ്റിവിറ്റിയും പെർമിബിലിറ്റിയും പോലെയുള്ള ഫാക്ടേഴ്സ് എങ്ങനെയാണ് ലൈറ്റിൻ്റെ ഓസിലേഷൻ, ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്സിൻ്റെ ഓസിലേഷൻ എങ്ങനെയാണ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് എന്നും മാക്സ്വെല്ലിൻ്റെ ഇക്വേഷന് കാണിക്കാൻ കഴിഞ്ഞു. പല യൂണിവേഴ്സിറ്റീസും അദ്ദേഹത്തിൻ്റെ പേരിൽ ബിൽഡിങ്ങുകൾ പണിയുകയും മാക്സ്വെൽ ഇക്വേഷൻ പതിപ്പിച്ച ചുമരുകൾ പണിതീർക്കുകയും ചെയ്തു. ഹവായി ഐലൻഡ്സിലുള്ള ഒരു റേഡിയോ ടെലിസ്കോപ്പിൻ്റെ പേര് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ എന്നാണ്. സ്കോട്ട്ലൻഡിൻ്റെ തലസ്ഥാനമായ എഡിൻബർഗിൽ ഈ മഹാനായ ശാസ്ത്രപ്രതിഭയ്ക്ക് വേണ്ടി റോയൽ സയൻസ് സൊസൈറ്റി ഒരു പ്രതിമ പണി. ഇപ്പോഴാ ഞാൻ ശ്രദ്ധിച്ചത്, എന്റെയും ചേട്ടന്റെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു. എന്റെ നാടെവിടെ? ആയങ്കുളത്താ. പണ്ട് ഞാൻ അതിലേക്ക് വന്നിട്ടുണ്ട്. ഓ, ചേട്ടന്റെ നാടെവിടാ? മുണ്ടക്കയത്താ. എന്റെ അച്ഛൻ പണ്ട് അവിടെ ചായക്കട നടത്തിയിരുന്നു. സൈക്കിൾ വിട്ടോ.